ഹേ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങളുള്ളത് ഹൈദരാബാദിലെ രാമോജി റാവു ഫിലിം സിറ്റിയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം മേക്കിംഗ് സ്റ്റുഡിയോ ആണ് രാമോജി റാവു ഫിലിം സിറ്റി. അപ്പോ ഇവിടെ ഇപ്പോ വിന്റർ ഫെസ്റ്റിവൽ കൂടെ നടക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ഈ ചെന്ന് കയറാൻ പോകുന്നതേ സിനിമ എന്ന അത്ഭുതത്തെ യാഥാർത്ഥ്യമാക്കുന്ന സ്ഥലത്തോട്ടാണ്. അത്യാവശ്യം വലിയൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് പാർട്ടായിട്ടാണ് ഇടുന്നത്. ഒരു പാർട്ടും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കും തോന്നും ഒരു പ്രാവശ്യമെങ്കിലും പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന്. ഡെഫിനറ്റ്ലി പോവുക, യു വിൽ എൻജോയ് ഇറ്റ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ രാവിലെ 10 മണി കഴിഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ ഉറപ്പായും 9:30-9:45 ഇവിടെ എത്താൻ ശ്രമിക്കുക. കാരണം ആ ടൈമിൽ ഇവർ ഇവിടെ ഒരു വെൽക്കം സെറിമണി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും അത് മിസ്സായി, നിങ്ങൾക്ക് മിസ്സാവാതിരിക്കട്ടെ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ അതുമല്ലെങ്കിൽ ഇവരുടെ ടൂറിസം പാക്കേജസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ത്രൂ ഒക്കെ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല, ഡയറക്റ്റ് എൻട്രി ചെയ്യാം എന്നാണ് കൗണ്ടറിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് നമ്മുടെ എൻട്രി പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്കൊരു സെക്യൂരിറ്റി ചെക്കിംഗ് വരുന്നുണ്ട്. നമ്മുടെ ബാഗ്സ് ഒക്കെ ചെക്ക് ചെയ്യും. പുറത്തുനിന്നുള്ള ഒരു ഫുഡ് ഐറ്റംസ് നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇൻഫന്റ്സിനുള്ള ഫുഡ് മാത്രം അവർ അലോ ചെയ്യുന്നുണ്ട്. ഫുഡും ഡ്രിങ്ക്സും എല്ലാം അകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് അവർ പുറത്തുനിന്നും ഒന്നും അലോ ചെയ്യാത്തത്. പക്ഷേ നല്ല കത്തി റേറ്റുമാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് അകത്തേക്ക് കയറി. ഇനിയുള്ളത് ദേ ഈ കൗണ്ടറാണ്. ഇവിടെ നിന്ന് ഇവർ നമുക്ക് ബാഡ്ജ് തരും. നമ്മുടെ ഏത് ടിക്കറ്റ് ആണോ അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള ബാഡ്ജാണ് തരിക. അതുമായിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ബാഡ്ജും വാങ്ങി ഉള്ളിലേക്ക് കയറിയാൽ ഇവിടെ ബസ്സുകൾ ഉണ്ടാവും. ആ ബസ്സുകളിൽ കയറി വേണം നമുക്ക് രാമോജി സിറ്റിയിലോട്ട് എത്തുവാനായിട്ട്. ഈ ടിക്കറ്റ് കൗണ്ടറും എൻട്രി പോയിന്റും ഒക്കെ വരുന്നത് മെയിൻ റോഡിലാണ്. ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള ബസ്സുകളിൽ കയറിയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. ബസ്സുകൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ ബസ് ഫില്ലാവുന്നതിനനുസരിച്ച് അത് പോയിക്കൊണ്ടിരിക്കും. രാമോജി ഫിലിം സിറ്റി 2000-ലേറെ കിലോമീറ്ററുകളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഫിലിം സിറ്റിയാണ് ഇത്. രാമോജി റാവു ആണ് ഈ ഫിലിം സിറ്റിയുടെ നിർമ്മാതാവ്. ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു ഫിലിം സിറ്റി നമ്മുടെ ഇന്ത്യയിലും വേണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ തുടർന്നാണ് ഈ സിറ്റി രൂപപ്പെട്ടത്. 1991 പണി തുടങ്ങിയ ഈ ഫിലിം സിറ്റി 1996 പണി കഴിഞ്ഞത്. ഇതിനോടകം 3500-ലധികം സിനിമകൾ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ കാണുന്നത് ബാഹുബലി സിനിമയിൽ ഉപയോഗിച്ചിരുന്ന പാറമടയാണ്. ഇത്തരത്തിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഇരുവശങ്ങളിലും പല സിനിമകളിലും നമ്മൾ കണ്ടുപോയ പലയിടങ്ങളും കാണാനാകും. വിസിറ്റേഴ്സിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ബസ്സുകൾ നിർത്തുക. അങ്ങനെ ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിയിലോട്ട് എൻട്രി ചെയ്യുകയാണ്. നമ്മുടെ ബസ്സിനുള്ളിൽ ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. അദ്ദേഹം ഇരുവശങ്ങളിലുള്ള കാഴ്ചകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. മനോഹരമായ ഈ വാള് കടന്നാണ് നമ്മൾ ഉള്ളിലേക്ക് എത്തുന്നത്. ആദ്യം എത്തുന്ന സ്പോട്ടിന് യുറേക്ക എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഫിലിം സിറ്റി ടൂർ ആരംഭിക്കുന്നത്. ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി റോഡുകളും ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റാച്യൂസും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻസും അതുപോലെ നടക്കാനുള്ള പാത്വേസും ഒക്കെ കാണാം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു ഫിലിം സിറ്റി എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. പല സിനിമകളിലും നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ള പല സീനുകളും ഇവിടെ നിന്നാണ് ഉദ്ഭവിച്ചിട്ടുള്ളത്. പലതും കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വോവ് ഇഫക്റ്റ് നമ്മളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ദിവസവും ഇത്രയേറെ ആൾക്കാർ എത്തുന്ന സ്ഥലമായിട്ട് കൂടെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇവിടം. എല്ലാ സ്ഥലങ്ങളിലും വാഷ്റൂംസ് അവൈലബിൾ ആണ്, ഡ്രിങ്കിങ് വാട്ടേഴ്സ് അവൈലബിൾ ആണ്, അതുപോലെ ഹോട്ടൽസും സ്നാക്സിനുള്ള ഷോപ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാഫുകളും ഉണ്ട്. എല്ലാ തരത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. അവർ നമ്മളെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യും. അതുപോലെ നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ബസ്സുകളൊക്കെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും. നമുക്ക് അതിനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഒരെണ്ണം ഫില്ലായി കഴിഞ്ഞാൽ ഉടനെ അടുത്തത് വരും. ഇവരുടെ മാനേജ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഇഫക്റ്റീവ് ആണ്. പിന്നെ നമ്മളെ ഒരു സ്ഥലത്ത് അവർ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. അവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് കണ്ടു കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ അടുത്ത ബസ്സിൽ കയറാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്തു പോവാം. കൂടുതൽ സമയം എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അത്രയും സമയം എടുക്കും. എൻട്രിയിൽ മാത്രമാണ് ഈ ഒരു ടിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഉള്ളിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. മൂവി ഷൂട്ടിംഗ് നടക്കുന്ന ഇടങ്ങളിൽ പോകാൻ മാത്രമായിരിക്കും നമുക്ക് റെസ്ട്രിക്ഷൻ ഉള്ളത്. ഇതിലെ ഓരോ ബിൽഡിങ്സ് കാണുമ്പോഴും ഓരോ ഗാർഡൻസ് കാണുമ്പോഴും നമ്മൾ എവിടെയൊക്കെയോ കണ്ട മൂവികളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്കുണ്ടാവുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഫസ്റ്റ് ഡ്രോപ്പിംഗ് പോയിന്റ് ആയ
യുറേക്ക ഇന്റർഫേസിലോട്ട് എത്തുകയാണ്. ഇവിടെ നിന്ന് ഇനിയുള്ള യാത്രകൾ മുഴുവൻ നല്ല അടിപൊളി വിന്റേജ് ബസ്സിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വിന്റേജ് ബസ്. നന്നായിട്ടില്ലേ? ഞാൻ സത്യത്തിൽ ഈ വിന്റേജ് ബസ്സിൽ കയറാൻ ഭയങ്കരമായി എക്സൈറ്റഡ് ആയിരുന്നു. എന്താ അതിന്റെ ഭംഗിയെന്ന് നോക്കിയേ. നമ്മുടെ കൊച്ചു കുട്ടികളുടെ കാർട്ടൂണിലൊക്കെ കാണുന്ന ഒരു ബസ്സിന്റെ ലുക്കില്ലേ ഇതിന്. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയ ബസ് ഞങ്ങളത് ഇവിടെ കൊണ്ടുവന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റിൽ നമുക്കൊരു റെസ്റ്റോറന്റും ബാക്കി സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഏരിയാസും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിത് ഐ ലവ് രാമോജി ഫിലിം സിറ്റി എന്ന ബോർഡിന് മുന്നിൽ ഇറങ്ങി. ഇവിടുത്തെ ഇൻഫർമേഷൻ ഡെസ്കിൽ ചോദിച്ചപ്പോൾ വേറെ ഗൈഡിന്റെ ഒന്നും ആവശ്യമില്ല, ബസ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡ് ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ഗെയിം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ടിക്കറ്റിന്റെ കൂടെ തന്നെ 2 ആക്ടിവിറ്റീസ് നമുക്കും ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചുറ്റിനും ഒരുപാട് ഫോട്ടോ പോയിന്റ്സും ഗാർഡൻസും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒത്തിരി പേർ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുമുണ്ടായിരുന്നു. അപ്പോ അടുത്ത ഡ്രോപ്പിംഗ് പോയിന്റിലേക്ക് പോകാൻ ഞങ്ങളും ഈ വിന്റേജ് ബസ്സിൽ കയറാൻ പോവുകയാണ്. സത്യത്തിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്നോ എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരിക്കും ഈ ട്രിപ്പ് എന്നോ ഒരു ഐഡിയയും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ ബസ്സിലേക്ക് കയറിയത്. പക്ഷെ പിന്നെ ഉണ്ടായിരുന്ന കുറെ മണിക്കൂറുകൾ എങ്ങനെയാ കടന്നു പോയത് എന്ന് പോലും അറിയാത്തത്ര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇനി ഞാൻ പറഞ്ഞു തരാം. ഈ ബിൽഡിംഗ് കണ്ടോ? ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന്റെ ഈ ഔട്ടർ സൈഡിൽ നിന്ന് നോക്കിയാൽ ഡൽഹിയിലെ മുഗൾ ഗാർഡൻ ആണെന്ന് തോന്നും. എന്നാൽ ഇതിന്റെ മറുവശത്ത് നിന്ന് നോക്കിയാൽ മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ ആണെന്ന് തോന്നും. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് 2 സ്ഥലവും ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഡയറക്ടറിന് ഇപ്പൊ ഒരു പാട്ടില് മൈസൂർ ഗാർഡനും ഡൽഹിയിലെ മുഗൾ ഗാർഡനും ഒരുമിച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ മതിലിന് അപ്പുറവും ഇപ്പുറവും മാത്രം പോയാൽ മതി എന്നതാണ് ഇതിലെ ഹൈലൈറ്റ്. ഈ കാണുന്നതാണ് ഏഞ്ചൽ ഫൗണ്ടെയിൻ. ഗ്രീക്ക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഫൗണ്ടെയിൻ ആണ് നമ്മുടെ രാമോജി ഫിലിം സിറ്റിയിലെ ഏറ്റവും വലിയ ഫൗണ്ടെയിൻ. ഈ കാണുന്നതാണ് അംബ്രല്ല ഗാർഡൻ. ഇവിടുത്തെ ചെടികളെല്ലാം അംബ്രല്ല ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ലൈംലൈറ്റ് ഗാർഡൻ ആണ്. നമ്മുടെ രാമോജി ഫിലിം സിറ്റിയിലെ സോഷ്യൽ ഗാദറിംഗ്സും കോർപ്പറേറ്റ് ഇവന്റ്സും അവാർഡ് സെറിമണീസും ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ കാണുന്നതാണ് സോങ് ഷൂട്ടിന് ഫേമസ് ആയ കരീഷ്മ ഗാർഡൻ. ഈ ഗാർഡന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ഏത് കളറിലുള്ള ഡ്രസ്സാണോ ധരിക്കുന്നത് അതേ കളറിലുള്ള ഒറിജിനൽ ഫ്ലവർ വെച്ചിട്ടാണ് ഇവർ ഈ ഗാർഡൻ കംപ്ലീറ്റ് ആയിട്ട് സോങ്ങിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഈ സ്ട്രീറ്റ് ആണ്. ഇവിടെ വെച്ചിട്ടാണ് RRR മൂവിയുടെ ഏകദേശം സ്ട്രീറ്റ് സീൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്, എസ്പെഷ്യലി ഹീറോയിൻ എൻട്രി സീൻസ്. ഇനി കാണാൻ പോകുന്നത് ഒരു ജഗ് ഫൗണ്ടെയിൻ ആണ്. ജഗിന്റെ ഷേപ്പിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടെയിൻ. അടുത്തതായി കാണുന്നത് ഒരു മൾട്ടിപർപ്പസ് ബിൽഡിംഗ് ആണ്. തെലുങ്കു തമിഴ് മൂവിയായ ചന്ദ്രമുഖിയിലെ വെങ്കിടാപുരം പാലസ് ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ബിൽഡിംഗ് ആണ്. നമ്മുടെ മണിച്ചിത്രത്താഴിന്റെ തമിഴ് വെർഷനാണ് ചന്ദ്രമുഖി. നമ്മൾ കാണാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള വീടുകളുടെ സെറ്റുകളാണ്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഷോപ്പുകളുടെ സെറ്റുകളും ഉണ്ട്. ഡയറക്ടേഴ്സ് അവരുടെ ആവശ്യപ്രകാരം ഷോപ്പുകളുടെ പേരിലും മറ്റിലും ആവശ്യാനുസരണമുള്ള മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇതൊന്നും തന്നെ കോൺക്രീറ്റ് ബിൽഡിംഗ്സ് അല്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസും കാർഡ്ബോർഡും ഒക്കെ കൊണ്ടിട്ടാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ആവശ്യാനുസരണം പെയിന്റ് അടിച്ച് പേരുകളിൽ മാറ്റം വരുത്തിയാണ് ഇത് ഓരോ സിനിമയിലും ഉപയോഗിച്ചു പോരുന്നത്. ഇത് കണ്ടോ? സ്കൂള്, ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഉണ്ട്. ഷൂട്ടിംഗ് ടൈം ആവുമ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്യും. ഹിന്ദി മൂവി റബ്നെ ബനാദി ജോഡിയിലെ സോങ്സ് ഒക്കെ ഇവിടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ബെഡിമിയ ചോട്ടിമിയ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇവിടമാണ് ആ സിനിമയിൽ മുംബൈ ചോർ ബസാറായി കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എൻട്രി ചെയ്യുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഷോപ്പിംഗ് മാളിലോട്ടാണ്. ഈ ഏരിയയിൽ വെച്ചിട്ട് രാജമൗലിയുടെ RRR മൂവിയിലെ ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ വീടുകളും ഷോപ്പിംഗ് ഏരിയകളും ഒക്കെയാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിലെ ഈ ബിൽഡിങ്ങിലെ ഇത് ഫുൾ വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് താജ്മഹൽ ആയിട്ടും അല്ലാതെ ഇത്തരത്തിൽ പെയിന്റ് ചെയ്ത് മസ്ജിദ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ഇങ്ങനാണ്, കണ്ടോ? ഇനി ഈ വരിയിൽ കാണുന്ന 3 വീടുകളില്ലേ, ഇത് 3ഉം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയവയാണ്. ഇതാണ് ഇവിടുത്തെ ഹെലിപാഡ് ഏരിയ. ഒരേ സമയത്ത് 2 ഹെലികോപ്റ്റർ വരെ ഇവിടെ ലാൻഡ് ചെയ്യാൻ കഴിയും. ഇതിന് പിന്നിൽ കാണുന്ന ആ വീടില്ലേ, അത് ഇവിടുത്തെ ചെയർമാന്റെ വീടാണ്. മാർക്കറ്റ് സീൻസ് ഷൂട്ട് ചെയ്യാനാണ് ഈ സ്ഥലം യൂസ് ചെയ്യുന്നത്. നമ്മുടെ പുഷ്പ 2 മൂവിയിലും ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കറിലും അതുപോലെ തന്നെ നമ്മുടെ CID മൂസയിലും ഒക്കെ ഈ സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിംഗ് ആണ് ലേഡീസ് സെൻട്രൽ ജയിലായിട്ട് സിനിമകളിൽ ഉപയോഗിച്ചു വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് സിനിമയിൽ കാണിക്കുന്ന സെൻട്രൽ ജയിലിന്റെ സെറ്റിലോട്ടാണ്. ഡ്യൂറോഗേഷന്റെ സീൻസ് ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷൂട്ടിംഗ് ടൈം ആകുമ്പോൾ ഈ സ്റ്റാച്യൂസിനെ എല്ലാം റീപ്ലേസ് ചെയ്ത് അവിടെ ആക്ടേഴ്സ് വരും.
ജയിലിനു മുന്നിൽ ജയിൽ പുള്ളികൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഷൂട്ട് ചെയ്യുന്ന ഏരിയകളാണ് ഇവ. ഈ കാണുന്നത് ഹിന്ദി ദൃശ്യം 2 മൂവിയിലെ പോലീസ് സ്റ്റേഷനാണ്. ഡെഡ് ബോഡി ഹൈഡിംഗ് സീനൊക്കെ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് തേരേ നാം മൂവിയിൽ സൽമാൻ ഖാൻ കിടന്ന മെന്റൽ ഹോസ്പിറ്റലാണ്. ഏത് സെൻട്രൽ ജയിലാണോ ഷൂട്ടിങ്ങിൽ കാണിക്കേണ്ടത് അതിന്റെ പേര് വെച്ചിട്ടായിരിക്കും ഷൂട്ടിംഗ് ചെയ്യുന്നത്. നമ്മൾ ഈ എത്തിയിരിക്കുന്നതാണ് ഭാഗവതം സെറ്റ്. जो आज के समाज में बिल्कुल साधारण ही है तो आज नहीं ദേ ഇതാണ് നമ്മൾ പണ്ട് സിനിമകളിലും സീരിയലുകളിലും ഒക്കെ കാണുന്ന കൊട്ടാരങ്ങളുടെയൊക്കെ സെറ്റ് വരുന്നത്. ഭാഗവതം, മഹാഭാരതം തുടങ്ങിയ സ്റ്റോറീസ് ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എത്ര മനോഹരമായിട്ടും ഒറിജിനാലിറ്റിയോടും കൂടെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നറിയോ? ഒറിജിനൽ അല്ല എന്ന് ആർക്കും തോന്നത്തില്ല. ദേ ഇത് കണ്ടോ, ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ട് മുകളിലെ ഈ ഒരു സീന് കാണുമ്പോഴാണ് ഇത് സെറ്റ് ഇട്ടിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദേ വീണ്ടും ഒരു രാജസദസ് എത്തി. അതിന്റെ മുകളിലും കണ്ടോ ഈ റോപ്പും തടികളും ഒക്കെ വെച്ചിട്ട് സെറ്റ് ഇട്ടിരിക്കുന്നതാണ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ സീരിയലിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ സെറ്റ് ഇട്ടേക്കുന്നതാണെന്ന്. ഒറിജിനൽ ആയിട്ട് തന്നെയല്ലേ നമുക്ക് ഇതൊക്കെ ഫീൽ ചെയ്യുന്നത്. ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുക എന്ന് തന്നെയാണല്ലോ സിനിമയുടെ കഴിവും. എന്താ അല്ലേ, സൗണ്ട് കേട്ടില്ലേ കാർഡ്ബോർഡിൽ തട്ടുന്നതിന്റെ. ഇനി എത്തുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഒന്നല്ല 2 റെയിൽവേ സ്റ്റേഷൻ. ഒരു സൈഡിൽ ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനും മറുവശത്ത് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനുമാണ്. ഡയറക്ടർക്ക് ഇഷ്ടമുള്ളതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റാം. ട്രെയിൻ വന്ന് കിടപ്പുണ്ട് ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ. നമുക്കൊന്ന് കയറി നോക്കിയാലോ. ഒറിജിനലിലെ വെല്ലുന്ന ട്രെയിനാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിത് കണ്ടാൽ ആരും പറയത്തില്ല ഇത് ഒറിജിനൽ അല്ല എന്നുള്ളത്. സീറ്റ്സ് ആയാലും ബോഗി ആയാലും ഒക്കെ നോക്കി എന്ത് അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. വികളുടെ ഡിമാൻഡ്സ് അനുസരിച്ച് ഇവർ ഇതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇത് കണ്ടില്ലേ, പ്ലാറ്റ്ഫോമിൽ ഇരിക്കാനുള്ള ബെഞ്ച്, അതുപോലെ തന്നെ വന്നു പോകുന്ന ആൾക്കാര്, വരാനുള്ള സ്റ്റെപ്സ്, മുകളിലോട്ടുള്ള ഓവർ ബ്രിഡ്ജ്, ഇതെല്ലാം എക്സാക്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ബസ് കയറി വേണം അടുത്ത ഡ്രോപ്പിംഗ് പോയിന്റിലോട്ട് പോകാനായിട്ട്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് പാർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.